everyone, hope you all are doing well. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ ബ്ലോക്ക് 5 ആണ്. അതിൽ റോബർട്ട് ലെവൽസിൻ്റെ ഫോർ ദി യൂണിയൻ ഡെഡ് എന്നുള്ള ഒരു പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റോബർട്ട് ലെവൽ എന്ന് പറയുന്ന പോയറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം അമേരിക്കയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ്, അതുപോലെ തന്നെ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ സമകാലീന രാഷ്ട്രീയത്തെക്കുറിച്ച്, മാത്രമല്ല പഴയ കാലത്തുള്ള ഓർമ്മകളെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ടും പോയംസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ്. ഈ ഒരു കവിത എന്ന് പറയുന്നത് 1960-ലാണ് ഈ ഒരു കവിത എഴുതുന്നത്. അതായത് ബോസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഗരത്തിലാണ് ഈ ഒരു കവിതയുടെ പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ സിവിൽ വാറിൽ പോരാടിയിട്ടുള്ള കറുത്ത സൈനികരെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ തലവനായിട്ടുള്ള കൊളോണിയൽ റോബർട്ട് ഗോൾഡ് എന്നിവരെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പോയറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കവി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തെ സൈനികർക്കിടയിലും ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്കിടയിലുള്ള ധൈര്യങ്ങളും ത്യാഗവും ഒക്കെ ഇന്നത്തെ കാലത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, മറക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു പോയത്തിലൂടെ ഓവറോൾ പോയറ്റ് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് ഒരു അക്വേറിയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അക്വേറിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ മീനുകളൊക്കെ വളർത്തുന്ന വീടുകളിലും അല്ലാണ്ട് പല ഹോട്ടലുകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അക്വേറിയത്തിൽ ഫിഷ് ഉണ്ടാവും, അത്തരത്തിലുള്ള മീനുകളെ വളർത്തുന്ന ഒരു സംഭവമാണ് അക്വേറിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോയിട്ട് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ അക്വേറിയം എന്ന് ഇപ്പോൾ ഉപയോഗശൂന്യമല്ലാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് പറയാണ്. മുമ്പത്തെ കാലങ്ങളിൽ അതിലൊക്കെ മീനുകളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അതിൽ ആനന്ദം കണ്ടെത്തുമായിരുന്നു എന്നാണ് പോയറ്റ് ഫസ്റ്റത്തെ ലൈനിൽ പറയുന്നത്. പക്ഷേ ഇന്ന് അതൊരു ശൂന്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. അദ്ദേഹം ഒരു കെട്ടിടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു കെട്ടിടത്തിൽ പണ്ട് എന്തുണ്ടായിരുന്നു, മീനുകളെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് കുട്ടികൾ പോകുമായിരുന്നു, അവർ അതിൽ ആനന്ദം കണ്ടെത്തുമായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ഉപയോഗശൂന്യമായ സ്ഥലമാണ് എന്ന് പോയിട്ട് പറയുന്നു. ഇതിലൂടെ കവി തൻ്റെ ബാല്യകാലത്തുള്ള ഓർമ്മകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കവിയുടെ ബാല്യകാലത്തെ കുറിച്ചിട്ട് കവി ഈ സമയത്ത് ഓർക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അക്വേറിയത്തിലേക്ക് പോകുന്ന, ആ ഒരു അക്വേറിയത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു വഴിയും ആ ഒരു ഓർമ്മകളൊക്കെ പോയറ്റിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ പോയറ്റിന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. കാരണം കാലം മാറിയിട്ടുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. അതായത് നഗരത്തിൻ്റെ മാറ്റം, നഗരമൊക്കെ വളരുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. ഇപ്പം വളരെയധികം പുരോഗമനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ കാറുകൾ, ആധുനികത, ഇതൊക്കെ വളർന്നിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പഴയ മൂല്യങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. അതോടൊപ്പം തന്നെ പോയറ്റ് കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു സൈനികനായിട്ടുള്ള കൊളോണിയൽ ഷായെ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു ധീരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൊളോണിയൽ ഷായുടെ സ്റ്റാച്യു കാണുകയാണ്. എന്നിട്ട് പോയിട്ട് പറയാണ്, അദ്ദേഹം ഒരു വളരെയധികം ധൈര്യശാലിയായിട്ടുള്ള ഒരു സൈനികരായിരുന്നു. അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ വലിയ രീതിയിലൊക്കെ സഹകരിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം പോരാടുകയും കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പോരാടുകയും അദ്ദേഹം ധീരമായിട്ടുള്ളൊരു മരണം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാച്യു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു.
എന്നാൽ ഇന്ന് ആളുകൾ എന്താണ് ആ ഒരു സ്റ്റാച്യു എന്താണ് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ ആളുകൾക്ക് ആ ഒരു സ്റ്റാച്യുവിൻ്റെ ഇമ്പോർട്ടൻസും ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു സ്റ്റാച്യുവിന് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസും ബഹുമാനവും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താണ് ഇപ്പോഴത്തെ ആളുകൾ ആ ഒരു സ്റ്റാച്യു എന്താണ് ശ്രദ്ധിക്കാറ് പോലും ഇല്ല എന്നാണ് പോയിട്ട് പറയുന്നത്. എന്താണ് നഗരത്തിൽ എന്താണ് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു, ചരിത്രമൊക്കെ എന്താണ് അന്ന് നടന്നിട്ടുള്ള ചരിത്രവും ധീരനായിട്ടുള്ള ആളുകളുടെ സ്ട്രഗിളിംഗ് ഒക്കെ എന്താണ് ആളുകൾ മറന്നു വരികയാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. കാരണം എന്താണ് ആളുകൾ എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റാച്യുകളെ കുറിച്ച് അറിയുന്നില്ല, അവർ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ചരിത്രങ്ങൾ പഠിക്കാനോ ആ ഒരു ചരിത്രത്തിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് അതെന്താണെന്ന് അറിയാനോ ആളുകൾക്ക് താല്പര്യമില്ല എന്നാണ് പോയിട്ട് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. എല്ലാവരും എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറന്നു വരികയാണ്. അതുപോലെ തന്നെ എന്താണ് ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള എന്താണ് മൂല്യങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പോയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പോയിട്ട് പറയാൻ അക്വേറിയമൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്, നഗരത്തിലുള്ള അക്വേറിയങ്ങളൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പം നഗരത്തിൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് എന്താണ് മുഴുവനും എന്താണ് പണത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഓട്ടപ്പാച്ചിലാണ്. ആളുകൾക്കിടയിലൊക്കെ പണം സമ്പാദിക്കാനുള്ള ഒരു ആക്രാന്തമാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. എന്താണ് മനുഷ്യരൊക്കെ ഇപ്പം എന്താണ് യന്ത്രങ്ങളായിട്ട് മാറുകയാണ്. എന്താണ് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമയമില്ല. അതുപോലെ തന്നെ എന്താണ് ആളുകളോട് സംസാരിക്കാൻ, ആളുകളെ കേൾക്കാൻ, പണ്ടത്തെ ചരിത്രങ്ങളെ ഓർമ്മിക്കാനുള്ള സമയമൊന്നും ആർക്കുമില്ല. എല്ലാവരും എന്താണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. അതുകൊണ്ട് എന്താണ് മനുഷ്യരുടെ ഇമോഷൻസും അതുപോലെ തന്നെ എന്താണ് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള മനസ്സൊന്നും ഇപ്പോഴത്തെ ആളുകൾക്കിടയിലില്ല. അവരൊക്കെ എന്താണ് യന്ത്രങ്ങളായിട്ട് പണം ഉണ്ടാക്കാനുള്ള യന്ത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പോയത്തിൻ്റെ ഓവറോൾ എന്താണ് സമ്മറി എന്ന് പറയാനുള്ളത്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തെ ധൈര്യത്തെക്കുറിച്ചും ആളുകൾക്കിടയിലുള്ള ധൈര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നത്തെ പണ്ടത്തെ കാലത്തെ മൂല്യങ്ങൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നശിച്ചു പോവുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് കൊളോണിയൽ ഷായെ പോലെയുള്ള ആളുകളുടെ ത്യാഗമൊക്കെ എന്താണ് നമ്മൾ മറക്കാൻ പാടില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചരിത്രങ്ങളും ആദർശങ്ങളൊക്കെ എന്താണ് നിലനിർത്തണം, അതൊരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. എന്താണ് ഇപ്പോൾ പുതിയ കാലത്ത് പണത്തിനും എന്താണ് ആധുനികമായിട്ടുള്ള യന്ത്രങ്ങളുടെ വളർച്ചയും അത്തരത്തിലുള്ള ജീവിതശൈലിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യത്വവും ഒക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ എന്താണ് അത്തരത്തിൽ കാലം വളരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മൂല്യത്തെയും ചരിത്രത്തെയും അതുപോലെ തന്നെ മനുഷ്യത്വത്തെയൊക്കെ മുറുകെ പിടിക്കണം എന്നാണ് ഈ ഒരു പോയറ്റ് ഓവറോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിക്കാം. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.